നമസ്കാരം. ദേവതകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ രണ്ട് ദേവതകളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചിത്രം ഭദ്രകാളിയാകുന്നു, രണ്ടാമത്തെ ചിത്രം വരാഹി ദേവിയാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ, ഈ രണ്ട് ദേവതാ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തെരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ ദേവതയായ ഭദ്രകാളി ദേവിയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ പലവിധ ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കുടുംബത്തിൽ പലപ്പോഴും അഭിവൃദ്ധി ഇല്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ അഭിവൃദ്ധി വന്നു ചേരുന്നതായ സമയമാകുന്നു. സൽസന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പലവിധ ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനും സാധിച്ചു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. പലവിധ ദോഷകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുക, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. പെട്ടെന്ന് പല കാര്യങ്ങളും തീരുമാനിച്ചിരുന്നവരാണ് നിങ്ങൾ. എടുത്തു ചാടി പലപ്പോഴും പല തീരുമാനങ്ങളും കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് തന്നെ അബദ്ധമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സമചിത്തതയോടെ കാര്യങ്ങൾ നേരിടുവാനും മുന്നോട്ട് പോകുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഏത് കാര്യത്തെക്കുറിച്ചാണ് എങ്കിലും ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഏതൊരു കാര്യമാണ് എങ്കിലും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനിക്കൂ എന്ന സാഹചര്യമാണ് വന്നു ചേരുക. പലപ്പോഴും പെട്ടെന്നുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പെട്ടെന്നൊരു മാറ്റത്തിന് ഇപ്പോൾ സമയം അനുകൂലമല്ല. എന്നാൽ ക്രമേണ ദേവിയുടെ അനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചില കാര്യങ്ങളെക്കുറിച്ച് പുനർചിന്തനം നടത്തുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരും. ഒരിക്കൽ കൂടി പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒഴിവാക്കുവാനുള്ള സാധ്യതകളുണ്ട്. മുൻപത്തെ പല കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളെക്കുറിച്ചും അത്തരത്തിൽ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൃത്യമായ ഉപദേശം തന്നെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരിൽ നിന്നും ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സ്വന്തമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായി തീരും എന്ന കാര്യവും ഓർക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമതകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങളിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. സംസാര കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ വേണ്ട. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാരണം ഗുണാനുഭവങ്ങൾ ഏറുന്നതായ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദേവിയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നതിന് ദേവി നിങ്ങളെ അനുഗ്രഹിക്കുകയോ പ്രാപ്തരാക്കി തീർക്കുകയോ ചെയ്യാം. രണ്ടാമത്തെ ചിത്രമായ വരാഹി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അല്പം പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരും ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ബന്ധങ്ങളിലും മറ്റും പല രീതിയിലുള്ള ദുരിതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു. നിങ്ങൾ നൽകുന്നതായ സ്നേഹം മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഈ സമയം വരാഹി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ പലവിധ ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതുമാണ്. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. അതിനാൽ ഏതൊരു കാര്യമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സ്വയം ചിന്തിച്ച് ബോധ്യം വരുത്തി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവരോട് ഇപ്പോൾ വെളിപ്പെടുത്താതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാനോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ദുരിതങ്ങൾ ഏറുന്നതിനോ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. അല്പം ധനനഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പലവിധ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിലും സമയം നൽകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സമയം നൽകി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഴയതുപോലെ തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഏത് കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിലും തടസ്സ സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും തുടക്കത്തിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ നിങ്ങൾക്ക് നിരാശ വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അടുത്തു നിൽക്കുന്ന വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികൾ അവരിൽ നിന്നും ചതി അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സ്വയം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ സ്വയം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള നിങ്ങളുടെ പലവിധ ശ്രമങ്ങളും ഫലം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അർഹിക്കുന്നതിൽ കൂടുതൽ പരിഗണന പല വ്യക്തികളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാക്കുന്നു. മറ്റുള്ളവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും
ഒപ്പം നിൽക്കുന്നവർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കഠിനാധ്വാനം അത് ഫലം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അമ്മയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.